ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി ഇടം നേടിയ ഇന്ത്യയിലെ പാരമ്പര്യ നൃത്തരൂപം ഏതാണ്? ഗർഭ നൃത്തം. ഗുജറാത്തിലെ ഗർഭ നൃത്തമാണ് യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി ഇടം നേടിയ ഇന്ത്യയിലെ പാരമ്പര്യ നൃത്തം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ കലാരൂപങ്ങൾ ഏതെല്ലാമാണ്? കൂടിയാട്ടം, മുടിയേറ്റ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ കലാരൂപങ്ങൾ കൂടിയാട്ടവും മുടിയേറ്റുമാണ്. അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ്. അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ് ചുഴലിക്കാറ്റാണ്. ഈ ചുഴലിക്കാറ്റിന് മിഷോങ് എന്ന പേര് നൽകിയ രാജ്യം മ്യാൻമാറാണ്. 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസ രഹിത പ്രവേശനം അനുവദിച്ച രാജ്യം ഏതാണ്? മലേഷ്യ. 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസ രഹിത പ്രവേശനം അനുവദിച്ച രാജ്യം മലേഷ്യയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഏത് പ്രത്യേക അനുച്ഛേദമാണ് പ്രയോഗിച്ചത്? അനുച്ഛേദം 99. അപ്പോൾ UNൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. ഇദ്ദേഹം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായി പ്രയോഗിച്ച ആ പ്രത്യേക അനുച്ഛേദമാണ് അനുച്ഛേദം 99. 2022 ജംനാലാൽ ബജാജ് അവാർഡിന് അർഹയായ മലയാളി വനിത ആരാണ്? സുധാ വർഗീസ്. 2022 ജംനാലാൽ ബജാജ് അവാർഡിന് അർഹയായ മലയാളി വനിത സുധാ വർഗീസാണ്. ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള സാമൂഹിക സേവനങ്ങൾ പരിഗണിച്ചാണ് സുധാ വർഗീസിന് 2022 ജംനാലാൽ ബജാജ് അവാർഡ് നൽകിയത്. സിസ്റ്റർ സുധ, സൈക്കിൾ ദീദി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് സുധാ വർഗീസാണ്. സുധാ വർഗീസ് ഒരു മലയാളിയാണ്. സിസ്റ്റർ സുധ, സൈക്കിൾ ദീദി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് സുധാ വർഗീസാണ്. ബീഹാറിലെ മുഷാഹാർ വംശജരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന മലയാളി വനിത ആരാണ്? സുധാ വർഗീസ്. സുധാ വർഗീസിൻ്റെ സ്വദേശം കോട്ടയം കാഞ്ഞിരത്താനമാണ്. ബീഹാറിലെ മുഷാഹാർ വംശജരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് സുധാ വർഗീസ് പ്രവർത്തിച്ചു വരുന്നത്. 2023 ഇന്തോനേഷ്യയിൽ നടന്ന ഫിഫ അണ്ടർ 17 ലോകകപ്പിൽ കിരീടം നേടിയ ടീം ജർമ്മനിയാണ്. ജർമ്മനി ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനെയാണ്. 2023 ഇന്തോനേഷ്യയിൽ നടന്ന ഫിഫ അണ്ടർ 17 ലോകകപ്പ് കിരീടം നേടിയ ടീം ജർമ്മനിയാണ്. ജർമ്മനി ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനെയാണ്. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3-ാം വർഷവും നേടിയ ഇന്ത്യയിലെ നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3-ാം വർഷവും നേടിയ ഇന്ത്യയിലെ നഗരം കൊൽക്കത്തയാണ്. 2022 ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ കേരളത്തിൻ്റെ സ്ഥാനം 4-ാമതാണ്. 2022 ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 4-ാമതാണ്. ഇന്ത്യൻ നഗരങ്ങളിൽ ആത്മഹത്യാ നിരക്കിൽ 2-ാം സ്ഥാനത്തുള്ള നഗരം ഏതാണ്? കൊല്ലം. 1-ാം സ്ഥാനം വിജയവാഡയ്ക്കാണ്. ഇന്ത്യൻ നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്കിൽ 2-ാം സ്ഥാനത്തുള്ള നഗരം കൊല്ലവും 1-ാമത് വിജയവാഡയുമാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35-ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മലയാളി ലോങ് ജമ്പ് താരം M. ശ്രീശങ്കർ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35-ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ലോങ് ജമ്പ് താരമായ M. ശ്രീശങ്കറിനാണ്. 2023 ഡിസംബർ 8 ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട അംഗം ആരാണ്? മഹുവ മൊയ്ത്ര. 2023 ഡിസംബർ 8 ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട അംഗം മഹുവ മൊയ്ത്രയാണ്. ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 ആണ്. 2023 ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ലയണൽ മെസ്സി.
2023 ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? രേവന്ത് റെഡ്ഡി. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. 2023 ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ചത് ഇന്ത്യയിലെ ഏത് സുവോളജിക്കൽ പാർക്കിലാണ്? പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക്. പശ്ചിമ ബംഗാളിലെ പത്മജ നായിഡു സുവോളജിക്കൽ പാർക്കിലാണ് 2023 ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ഏതാണ്? ധർമ്മടം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ധർമ്മടമാണ്. 28ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ, അതായത് IFFKയിൽ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? ആട്ടം. 28ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ലഭിച്ച സിനിമ ആട്ടമാണ്. 2023 നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ വിജയികളായത് ഹരിയാനയാണ്. 2023 നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ വിജയികളായത് ഹരിയാനയാണ്. 2023 KP കേശവ മേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വൈശാഖൻ. 2023 KP കേശവ മേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് വൈശാഖനാണ്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരെന്താണ്? കെടാവിളക്ക്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 11. അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 11നാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2ാമത്തെ വ്യക്തിഗത സ്വർണം നേടിയത് ആരാണ്? നീരജ് ചോപ്ര. ജാവലിൻ ത്രോയാണ് നീരജ് ചോപ്രയുടെ ഐറ്റം. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി 2ാമത് വ്യക്തിഗത സ്വർണം നേടിയത്, ഒളിമ്പിക്സിൽ 2ാമത് വ്യക്തിഗത സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുടെ എണ്ണം എത്രയാണ്? 127. ടോക്കിയോ ഒളിമ്പിക്സ് 2020 പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുടെ എണ്ണം 127 ഇതിൽ 9 മലയാളി താരങ്ങൾ ഉണ്ടായിരുന്നു. 2024 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? പാരീസ്. ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലാണ് 2024 ഒളിമ്പിക്സ് നടക്കുന്നത്. 2028 ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ഏഞ്ചൽസ് ആണ്. US ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതാണ്? ഹൈദരാബാദ്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഹൈദരാബാദാണ്. 2023 മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെപ്പറ്റി അന്വേഷിക്കാനായി രൂപീകരിച്ച കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അജയ് ലാംബ. 2023 മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെപ്പറ്റി അന്വേഷിക്കാനായി രൂപീകരിച്ച കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് അജയ് ലാംബയാണ്. UN ആസ്ഥാനത്ത് തത്സമയം സംപ്രേഷണം ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയുടെ പേരെന്താണ്? മൻ കി ബാത്ത്. UN ആസ്ഥാനത്ത് തത്സമയം സംപ്രേഷണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയുടെ പേരാണ് മൻ കി ബാത്ത്. 2022 ദേശീയ കടുവ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. 2022 ദേശീയ കടുവ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ഏതാണ്? ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ടൈഗർ റിസർവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ടൈഗർ റിസർവാണ്. പ്രോജക്റ്റ് ടൈഗർ എന്ന ബൃഹത് പദ്ധതി നിലവിൽ വന്നിട്ട് 50 വർഷം തികഞ്ഞത് എന്നാണ്? 2023 ഏപ്രിൽ 1. പ്രോജക്റ്റ് ടൈഗർ എന്ന ബൃഹത് പദ്ധതി നിലവിൽ വന്നിട്ട് 50 വർഷം തികഞ്ഞത് 2023 ഏപ്രിൽ 1. പ്രോജക്റ്റ് ടൈഗർ എന്ന പദ്ധതി ആരംഭിച്ചത് 1973 ഏപ്രിൽ 1. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 42ാമത് കേന്ദ്രം ഏതാണ്? കർണാടകയിലെ ഹൊയ്സാല ക്ഷേത്രങ്ങൾ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 42ാമത് കേന്ദ്രം കർണാടകയിലെ ഹൊയ്സാല ക്ഷേത്രങ്ങളാണ്. 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ജീവനക്കാർക്ക് പ്രത്യേക അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന.
2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ജീവനക്കാർക്ക് പ്രത്യേക അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. കേന്ദ്രത്തിൻ്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കുമരകം, ബേപ്പൂർ. കേന്ദ്രത്തിൻ്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളാണ് കുമരകവും ബേപ്പൂരും. കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ? MM ലോറൻസ്. ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്നത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ്? MM ലോറൻസിൻ്റെ. കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവൽ. കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ കയ്യക്ഷരമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കയ്യക്ഷര കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു? കൊച്ചി. കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിൻ്റെ വേദി കൊച്ചിയാണ്. കൊൽക്കത്ത ആസ്ഥാനമായ സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് ആരാണ്? V നാഗദാസ്. കൊൽക്കത്ത ആസ്ഥാനമായ സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് V നാഗദാസ് ആണ്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ ബോർലോങ് പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ സ്വാതി നായക്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ ബോർലോങ് പുരസ്കാരം 2023 ലഭിച്ചത് ഡോക്ടർ സ്വാതി നായക്കിനാണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 107. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107 ആണ്. ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനാണ് അംബേദ്കറിൻ്റെ പേര് നൽകിയത്? തെലങ്കാന. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരാണ് നൽകിയത്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ സ്മാരക നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപ. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 75 രൂപയുടെ സ്മാരക നാണയമാണ് പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ചെന്നൈയിലാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ ബദവോലു രാമബ്രഹ്മം ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? തെലുങ്ക്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ ബദവോലു രാമബ്രഹ്മം തെലുങ്ക് ഭാഷയിലെ എഴുത്തുകാരനാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.